ഹരി ഓം. ഭഗവത്ഗീത അധ്യായം 2 ശ്ലോകം 58. യഥാ സംഹരതേ ചായം കൂർമോങ്കാനീവ സർവശഃ ഇന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. യഥാ സംഹരതേ ചായം കൂർമോങ്കാനീവ സർവശഃ ഇന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഭഗവാൻ പറയണ ആമയെ പോലെ ജീവിക്കണം. ആമ എങ്ങനെയാണ്? ആമയുടെ ആവശ്യങ്ങൾക്കല്ലാതെ ആമയുടെ തല പുറത്തിട്ട് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് കഴിഞ്ഞാൽ അതിനെ അങ്ങനെ അകത്തോട്ടിരിക്കും. അതായത് ഈ പഞ്ചേന്ദ്രിയങ്ങളാവുന്ന കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്, ഈ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് ആമയ്ക്കുണ്ട്. അതുകൊണ്ടാണ് അമ്പലങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, വിളക്കിൻ്റെ താഴെ ആമ വെച്ചിട്ടുണ്ടാവും. പക്ഷെ ആർക്കും അറിഞ്ഞുകൂടാ എന്തിനാന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇതെന്താണ്? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ആമയെപ്പോലെ വേറെ ആർക്കും തന്നെ കഴിവില്ല. അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനാണ് ആമയെ അമ്പലത്തിലെ എല്ലാവിടെയും നമുക്ക് കാണാൻ പറ്റും. എല്ലാ അമ്പലങ്ങളിലും ഉണ്ട്. അതിൻ്റെ മേലാണ് വിളക്കിൻ്റെ സ്തംഭം. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മ ഹിന്ദുക്കൾക്കാർക്ക് അത് അറിഞ്ഞുകൂടാ. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇന്ദ്രിയ നിഗ്രഹത്തിന് ആമയെ കണ്ടു പഠിക്കാൻ പറയണം ഭഗവാൻ. അതുപോലെയോ പിന്നെ ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷുപജായതേ സംഗാസഞ്ചായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹഃ സ്മൃതിവിഭ്രംശഃ സ്മൃതിഭ്രംശഃ ബുദ്ധിനാശഃ ബുദ്ധിനാശ പ്രണശ്യതി. ഭഗവത്ഗീത 2-ാം അധ്യായം 62-63 ശ്ലോകങ്ങൾ ഭഗവാൻ പറയണ വിഷയങ്ങളെ തന്നെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നമുക്കതിൽ പ്രീതി ഉണ്ടാവും. പ്രീതി കാമമായി ജനിക്കും. കാമത്തിൽ നിന്ന് നമുക്കത് ഒരു സാധനത്തിനും ഇഷ്ടം തോന്നി അത് കിട്ടണില്ല കാണുമ്പോൾ അത് കാമമായി മാറി കാമം ക്രോധമാവും. ക്രോധം നമ്മുടെ ബുദ്ധിഭ്രമം ഉണ്ടാകുന്നു, ഓർമ്മക്കേടുണ്ടാകുന്നു. അങ്ങനെ നമ്മൾ ഓർമ്മക്കേടുകളൊക്കെ വന്ന് നമ്മൾ അവസാനം എന്തായിത്തീരുന്നു? നമ്മളൊരു ഡിപ്രഷൻ പേഷ്യൻ്റായിത്തീരുന്നു. അപ്പോൾ ഭഗവാൻ പറയണ ആവശ്യമില്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, കിട്ടാത്തതിനെക്കുറിച്ച് ആഗ്രഹിക്കാതിരിക്കുക, നമുക്ക് കിട്ടിയതിൽ സന്തോഷിക്കുക. എന്താ കിട്ടിയച്ചാൽ അത് നമ്മളെക്കാളും എപ്പോഴും താഴത്ത് നമ്മളെക്കാൾ ഇല്ലാത്തവരെക്കുറിച്ച് ചിന്തിക്കുക, അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അല്ലാതെ നമ്മളെപ്പോഴും നമ്മളെക്കാളും മുകളിലോട്ട് ചിന്തിച്ചാൽ നമുക്ക് എപ്പോഴും ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് എല്ലാം ചെയ്തു തരണം. ഹരി ഓം. ഇനിയും ഞാൻ ഇടുന്നതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് കമൻ്റൊക്കെ എനിക്ക് വന്നു.